രജനീകാന്ത് നായകനായെത്തുന്ന ചിത്രം ജയിലർ 2-വിൽ അഭിനയിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് ശ്രമം. നായകന്റെ ഭാര്യയുടെ റോളിലേക്ക് അവസരം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പിന് ശ്രമം നടത്തിയത്. നടി ഷൈനി സാറയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഓഡീഷനിൽ അവസരം ഉറപ്പാക്കിയാൽ 10 ലക്ഷം രൂപയാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരുന്നത്. വീഡിയോ കോളിൽ ഓഡീഷൻ നടത്തിയ ശേഷം തമിഴിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു തട്ടിപ്പ്. അതില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനായി 12,500 രൂപ ഓൺലൈനായി അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും നടി വെളിപ്പെടുത്തുന്നു. പിന്നീട് തമിഴിൽ അഭിനയിക്കുന്ന മലയാളി നടിമാരോട് ചോദിച്ചപ്പോൾ ആർട്ടിസ്റ്റ് കാർഡ് ഇല്ലെന്ന് അറിഞ്ഞു. അപ്പോഴാണ് തട്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നത്. മലയാളത്തിലെ മറ്റു പലർക്കും ഇത്തരം വ്യാജ കാസ്റ്റിംഗ് കോൾ തട്ടിപ്പ് കോളുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് താൻ പരാതിയുമായി രംഗത്തെത്തിയതെന്നും ഷൈനി സാറ പറയുന്നു. സംഗതി രസകരവും ഒപ്പം ഗൗരവമുള്ളതുമാണ്. കഴിഞ്ഞ ദിവസം എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. കാസ്റ്റിംഗ് ഏജൻസി വഴി ജയിലർ 2-വിന് വേണ്ടി അപേക്ഷിച്ച നിങ്ങളുടെ അപേക്ഷ ഞങ്ങൾ പരിഗണിച്ചുവെന്നും രജനിയുടെ മകളുടെയും മകന്റെയും വേഷത്തിലാണ് ഇപ്പോൾ ആളുകളെ നോക്കുന്നതെന്നും പറഞ്ഞു. തന്റെ പ്രായത്തിനനുസരിച്ചുള്ള വേഷം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ വിവരങ്ങൾ തിരക്കി. പിറ്റേന്ന് സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ് എന്ന പേരിലുള്ള കമ്പനിയിൽ നിന്നും ഒരാൾ വാട്സപ്പിൽ വന്ന് പാസ്പോർട്ട് ഉണ്ടോ എന്നും തമിഴ്നാട്ടിലും മലേഷ്യയിലുമാണ് ഷൂട്ടെന്നും പറഞ്ഞു. കാസ്റ്റിംഗിൽ തിരഞ്ഞെടുത്താൽ 10.5 ലക്ഷം രൂപയാണ് പ്രതിഫലമെന്നും അറിയിച്ചു. പ്രൊഫഷണലായ രീതിയിലുള്ള ഇവരുടെ ഇടപെടലിൽ ഞാൻ വീണു. ഒരു നിമിഷം തന്റെ മനസ്സിൽ ലഡു പൊട്ടിയെന്നും നടി പറയുന്നു. നാളെ രാവിലെ 11 മണിക്ക് സുരേഷ് സാർ വിളിക്കുമെന്നും അയാൾ പറയുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും വിളിയൊന്നും വരുന്നില്ല. 3-ാം ദിവസം സുരേഷ് എന്ന് പറയുന്ന ഒരാൾ ഓഡിയോ കോൾ ചെയ്ത ശേഷം ഉടൻ റെഡിയാകണം, വീഡിയോ കോളിൽ വരണമെന്നും ആവശ്യപ്പെട്ടു. ഒരുപാട് പേരെ അഭിമുഖം നടത്താനുണ്ട്, മുടിയഴിച്ചിട്ട് സാരി ഉടുത്ത് വരണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത്. കേട്ട പാതി കേൾക്കാത്ത പാതി താൻ വീട്ടിലെത്തി സാരി ഉടുത്ത് റെഡി. അയാൾ വിളിക്കുന്നു. അങ്ങനെ അഭിമുഖം നടത്തി. ആദ്യം തന്റെ പ്രൊഫൈൽ പറഞ്ഞു. വളരെ മാന്യമായായിരുന്നു സംസാരം. ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഗാർഡിയനെ നിർബന്ധമായും കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് താൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ അത് അത്യാവശ്യമാണെന്നും 12,500 രൂപയാണ് അതിനു വേണ്ടിവരുന്നതെന്നും പറഞ്ഞു. തനിക്ക് വേണ്ടി അതവർ എടുത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിനായി ആധാർ കാർഡിന്റെ കോപ്പി, ഫോട്ടോ എന്നിവ അയക്കണമെന്നും ആവശ്യപ്പെട്ടു. ഒരു ഇമെയിൽ അയക്കുമെന്നും അതിന് ഓക്കെ തന്നാൽ ആർട്ടിസ്റ്റ് കാർഡിനുള്ള അപേക്ഷ കൊടുക്കാമെന്നും പറയുന്നു. വളരെ പ്രൊഫഷണലായ രീതിയിലായിരുന്നു അവരുടെ ഇടപെടൽ. മെയിൽ കിട്ടി അന്ന് തന്നെ ആർട്ടിസ്റ്റ് കാർഡ് എടുക്കാനുള്ള പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കുറച്ച് സമയം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ഓക്കെ പറഞ്ഞതുകൊണ്ടല്ലേ കൺഫർമേഷൻ മെയിൽ അയച്ചതെന്നും വേറെ പല അഭിനേതാക്കളും ക്യൂവിലാണെന്നും ഇവർ പറഞ്ഞു. നിങ്ങളെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്യുന്നതിനാണ് ആർട്ടിസ്റ്റ് കാർഡ് ഇപ്പോൾ തന്നെ എടുക്കണമെന്ന് പറഞ്ഞത്. എത്ര സമയം വേണമെന്നും തന്നോട് ചോദിച്ചു. 2 ദിവസമെന്ന് താൻ പറഞ്ഞെങ്കിലും 2 ദിവസം പറ്റില്ല, പകുതി പൈസ ഇപ്പോൾ അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബാക്കി പൈസ പിന്നെ അയച്ചാൽ മതിയെന്നും QR കോഡ് തരാമെന്നും പറഞ്ഞു. അതോടെ താൻ കോൾ കട്ട് ചെയ്തു. അതിനുശേഷം തമിഴ് ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന മാലാ പാർവതിയെയും ലിജോ മോളെയും വിളിച്ചെങ്കിലും രണ്ടുപേരെയും കിട്ടിയില്ല. വേറൊരു തമിഴ് സുഹൃത്തിനെ വിളിച്ച് ആർട്ടിസ്റ്റ് കാർഡിന്റെ കാര്യം ചോദിച്ചു. അങ്ങനെ ഒരു കാർഡ് ആവശ്യമില്ലെന്നായിരുന്നു തനിക്ക് ലഭിച്ച മറുപടി. ഈ സംഭവത്തിന് പിന്നാലെ മാലാ പാർവതിയും ഷൈനിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.